Hi all, welcome back to the world of English literature. Hope all of you are fine. And last class we have discussed what is metaphysical poetry and studied the poem of one of the most important metaphysical poet, John Donne. Today also we are going to study another important metaphysical poem of George Herbert. ഷോർട്ടായിട്ട് ഒന്നുകൂടെ what is metaphysical poetry എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, Metaphysical poetry is a group of poems that share common characteristics. കോമൺ ആയിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ടാകും. എന്തൊക്കെയാണവ? ഹൈലി ഇൻ്റലക്ച്വലൈസ്ഡ് ആണ്. ടോക്കിംഗ്, റൈറ്റിംഗ് ഓർ തിങ്കിങ് ഇൻ്റലക്ച്വലി മോർ ദാൻ ഇമോഷൻ. ദേ ആർ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു കോംപ്ലിക്കേറ്റഡ് തോട്ട്സ്. സാധാരണ ലെവലിൽ നിന്നും ഒരു ഉയർന്ന ലെവലിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ആര്? മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, യൂസ് റാദർ സ്ട്രേഞ്ച് ഇമേജറി. That is elements of a poem that invoke any of the five senses to create a set of mental images. That is imagery. That is, what is imagery? Elements of a poem that invokes any of the five senses to create a set of mental images. നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു കവിത വായിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണ് പോയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ നമുക്ക് പോയട്രിയിലൂടെ കാര്യങ്ങൾ എന്താണോ പോയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തൊട്ടറിയാൻ വേണ്ടി പറ്റും. 5 സെൻസസ്, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെയാണ് ആരുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്? മെറ്റാഫിസിക്കൽ പോയറ്റിൻ്റെ. അതുകൊണ്ടാണ് പറയുന്നത് യൂസ് റാദർ സ്ട്രേഞ്ച് ഇമേജറി. അത്രയും അങ്ങനെയുള്ള സ്ട്രേഞ്ച് ഇമേജറീസാണ് ആര് യൂസ് ചെയ്യുന്നത്? മെറ്റാഫിസിക്കൽ പോയറ്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, യൂസ് ഫ്രീക്വൻറ്റ് പാരഡോക്സ്. എന്താണ് പാരഡോക്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് എ സ്റ്റേറ്റ്മെൻറ്റ് അപ്പിയേഴ്സ് ടു കോൺട്രഡിക്റ്റ്. രണ്ട് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പറയുന്നതിന് പാരഡോക്സ് എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്? സേവ് മണി ബൈ സ്പെൻഡിങ് ഇറ്റ്. രണ്ടും രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ് അല്ലേ. സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മണി സേവ് ചെയ്യാൻ പറ്റുക? നമുക്ക് പറ്റില്ല. സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇല്ല. പക്ഷേ ഒരു പോയത്തിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അലങ്കാര ഭാഷയിലൂടെ സംസാരിക്കുമ്പോൾ അതിന് വേറൊരു മീനിങ് ആണ് വരുന്നത്. അങ്ങനെയുള്ള രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പറയുന്ന വരികളെ നമുക്ക് എന്ത് പറയാം? പാരഡോക്സ് എന്ന് പറയാം. ഇത്തരം പാരഡോക്സ് ഒരുപാട് കാണാം ആരുടെ കവിതകളിൽ? മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ കവിതകളിൽ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ച പോലെ തന്നെ സർട്ടൻ എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റ് തോട്ട്സ് ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്? മെറ്റാഫിസിക്കൽ പോയറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി ആർ എ ഡെലിബറേറ്റ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദ യൂസ് ഓഫ് കൺസീറ്റ്സ്. വറ്റ് ഈസ് കൺസീറ്റ്സ്? നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നോക്കാം. എ ബ്രോക്കൺ ഹാർട്ട് ഈസ് ലൈക്ക് എ ഡാമേജ്ഡ് ക്ലോക്ക്. The difference between a broken heart and a damaged clock is unconventional. But once you think about it, you can see the connection. അല്ലേ? നമുക്ക് സാധാരണഗതിയിൽ നമ്മളാരും ഡാമേജ്ഡായ ക്ലോക്കും മനുഷ്യൻ്റെ ബ്രോക്കൺ ഹാർട്ടും തമ്മിൽ കണക്ട് ചെയ്യാറുണ്ടോ? പക്ഷെ പോയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒന്നിരുത്തി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അത്തരം യൂസസിനെയാണ് കൺസീറ്റ് എന്ന് പറയുന്നത്. എ മെറ്റാഫിസിക്കൽ കൺസീറ്റ് ഈസ് എ കോംപ്ലക്സ് ആൻഡ് ഓഫൺ ലോഫ്റ്റി ലിറ്റററി ഡിവൈസ് that makes a far-stretched comparison between a spiritual aspects of a person and a physical thing in the world. Quite simply, a metaphysical conceit is an extended metaphor which can sometimes last through the entire poem. എന്താണ് പറയുന്നത്? എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് മെറ്റഫർ ആണെന്ന് പറയാം. മെറ്റഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഹൈലൈറ്റഡ് വേർഷനാണ് എന്ത്? മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ തന്നെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്? മനുഷ്യൻ്റെ ആത്മീയമായ കാര്യങ്ങളെ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ കൂടി മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആരുപയോഗിക്കുന്നുണ്ട്? മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉപയോഗിക്കും.
മെറ്റഫർ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. മെറ്റഫോർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് ദാറ്റ് ആർ ഇൻ അലൈക്ക് ബട്ട് ഡു ഹാവ് സംതിങ് ഇൻ കോമൺ. എന്താണ്, രണ്ട് കാര്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പറയുന്നു, പക്ഷേങ്കിൽ അത് രണ്ടും ഒരുപോലെയല്ല, പക്ഷെ സംതിങ് ഇൻ കോമൺ, ചില കാര്യങ്ങൾ, ചില സവിശേഷതകൾ അവർക്ക് ഒരുപോലെ ഉണ്ടാകാം. ഇപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നു. രണ്ടും തമ്മിൽ ബന്ധമില്ല അല്ലേ? ബട്ട് എന്താണ് ഈ താരതമ്യപ്പെടുത്തലിലൂടെ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാം അല്ലേ? ഇതാണ് മെറ്റഫോർ. ഇൻ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ഇതിൻ്റെ ഒരു എക്സ്ട്രീംഡ് വേർഷൻ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രത്യേകത. സോ അതാണ് കൺസീറ്റ്. സോ മെറ്റഫോർ ആൻഡ് കൺസീറ്റ് ആർ ടു ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് ആർ ഓഫൻ യൂസ്ഡ് ഇൻ ലിറ്ററേച്ചർ. A metaphor is a comparison between two unlike things. A conceit is an extended metaphor, which can be further classified in metaphysical conceit and Petrarchan conceit. This is the key difference between conceit and metaphor. I think all are clear. Moving on to the poem. Before that, poet-ine kurichu ariyam. George Herbert was a Welsh-born poet, orator and priest of the Church of England. മെറ്റാഫിസിക്കൽ പോയട്രിയിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റൈറ്ററാണ് ഇദ്ദേഹം. ആൻഡ് ഹീ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് ബ്രിട്ടീഷ് ഡിവോഷണൽ ലിറിസിസ്റ്റ്. ഹി വാസ് ബോൺ ഇൻ ടു ആൻ ആർട്ടിസ്റ്റിക് ആൻഡ് വെൽത്തി ഫാമിലി ആൻഡ് ലാർജ്ലി റൈസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. Herbert published Easter Wings in his collection The Temple in 1633. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണിത്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പ്രതിഭയും അഗാധമായ ചിന്താശേഷിയും വ്യക്തമാക്കുന്നുണ്ട് ഈ പോയത്തിൻ്റെ ഘടന. അത് ദാറ്റ് ഷോസ് ഹിസ് എബിലിറ്റി ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ഫോം. ഒരു പക്ഷിയുടെ ചിറക്, രണ്ട് പക്ഷി തൂവലുകൾ, ചിറകുകൾ അടുക്കി വെച്ച ഫോമിലാണ് അദ്ദേഹത്തിൻ്റെ പോയം എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഷോസ് ദ ഫാൾ ആൻഡ് റൈസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ബൈ യൂസിങ് ദ ഷേപ്പ് ഓഫ് എ ബേർഡ്സ് വിങ്സ്, the poet is able to emphasize the nature of the fall and rise the speaker is experiencing. The poem begins with the speaker addressing the creation of humankind, specifically Adam. പോയത്തിലെ സ്പീക്കർ ആരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? മനുഷ്യരാശിയുടെ നിർമ്മാതാവിനെ, പ്രത്യേകിച്ചും ആരെ? ആദം. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഫസ്റ്റ് മാൻ ഓഫ് എർത്ത്. പോയറ്റ് മനുഷ്യൻ്റെ വിഡിതത്തെയും അതിലൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ വരദാനങ്ങളും സൗഭാഗ്യങ്ങളും ഇല്ലാതാക്കിയതുമാണ് വിശദീകരിക്കുന്നത്. ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ അറിയാലോ. ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചിട്ടാണ് സ്വർഗത്തിൽ നിന്നും അവരെ പുറത്താക്കുന്നത് അല്ലേ? അതിനുശേഷമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും കടന്നു വരുന്നത്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് പോയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ഓൺലി ദ ഫാൾ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അതിൽ നിന്നൊരു മോചനമാണ് ആര് തേടുന്നത്? പോയറ്റ് തേടുന്നത്. ത്രൂ ഔട്ട് ദ പോയം അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റാണ്, ദൈവത്തോടുള്ള റിക്വസ്റ്റാണ് പോയറ്റ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പോയം. Lord, who creates man in wealth and store, though foolishly he lost the same, decaying more and more till he became most poor with thee. In the first stanza of Easter Wings, the speaker begins by addressing the Christian God as Lord. This God created man in wealth and store. Adam, the first man, was created with everything he could have ever needed, right? എന്തൊക്കെയാണ്? എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹിച്ച് നൽകിയിട്ടാണ് ആരെ ഉണ്ടാക്കിയിട്ടുള്ളത്? ആദത്തിനെ അയച്ചിട്ടുള്ളത്. ഹി ഹാഡ് ദാറ്റ് വിച്ച് ഷുഡ് ഹാവ് മേഡ് ഹിം ഹാപ്പി, ഫുഡ്, ഷെൽട്ടർ, കംഫർട്ട്, എല്ലാം ഉണ്ടല്ലേ? ആവശ്യത്തിന് ഭക്ഷണം, അതിമനോഹരമായ ഷെൽട്ടർ ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു ആദം. വിത്തൗട്ട് സ്റ്റേറ്റിംഗ് ഇറ്റ് explicitly, Herbert alludes to the fall in the next line. He does not go into detail about Adam and Eve and the forbidden fruit. ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പോയിട്ട് ആദത്തിൻ്റെയും ഹവ്വയുടെയും കൂടുതൽ കഥകളെ കുറിച്ചിട്ടോ ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചതിനെ പറ്റിയോ ഒന്നും സംസാരിക്കാതെ തന്നെ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നത്. Instead, he goes straight to the foolishness of humankind and the loss of everything that God created for them.
അതാണ് മനുഷ്യൻ്റെ വിഡ്ഢിത്തം കൊണ്ട്, മനുഷ്യൻ്റെ ഒരൊറ്റ മനുഷ്യൻ്റെ വിഡ്ഢിത്തം കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള നിരാശയാണ് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തെല്ലാം തിങ്സ് ഡിക്കേഡ് മോർ ആൻഡ് മോർ അൻറ്റിൽ മാൻ ബിക്കെയിം പുവർ, അല്ലേ? മനുഷ്യനെ പാവപ്പെട്ടവനായി, ദരിദ്രനായി മാറ്റാനുള്ള കാരണം മനുഷ്യൻ്റെ വിഡ്ഢിത്തമാണ്. അവൻ കാണിച്ച ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് എല്ലാം നഷ്ടമായത്. ആ നഷ്ടത്തിനെക്കുറിച്ച് വിലപിക്കുകയാണ് പോയിട്ട് ഈ വരികളിലൂടെ ചെയ്യുന്നത്. As the line shrinks, so does the happy and hopeful imagery. ഇതാണ് ലൈൻ ഒരു ചെറിയ ലൈൻസായിട്ട് ചുരുങ്ങുമ്പോൾ കാണിക്കുന്നത് മനുഷ്യൻ്റെ സന്തോഷം ഇല്ലാണ്ടാവുന്നതിനെക്കുറിച്ചാണ്, അവൻ്റെ പ്രതീക്ഷയും ഇല്ലാണ്ടാവുന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. These darkest lines of the poem are the shortest. Then, as they expand, things became cheery once more. Moving, oh, let me rise as larks harmoniously and sing this day thy victories. Then shall the fall further the flight in me. In the second half of this stanza, the speaker brings themselves into the poem. ആരെന്നെയാണ്? അദ്ദേഹം നമ്മളായിട്ട് സംസാരിക്കുകയാണ്. ഹി അഡ്രസ്സസ് ഗോഡ് ആസ് ഗോഡ് ആൻഡ് ആസ്ക്സ് ദാറ്റ് ഹി ബി അലൗഡ് ടു റൈസ് ആസ് എ ലാർക്ക്. ആരെ പോലെ? എനിക്ക് ലാർക്ക് എന്ന് പറയുന്നത് പുലർക്കാലത്ത് പാട്ട് പാടുന്നൊരു പക്ഷിയാണ്. ആ പക്ഷിയെ പോലെ പക്ഷിയെ പോലെ എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, എനിക്ക് ഈ കഷ്ടതകളിൽ നിന്നും മാറണം, എന്നെ ഒന്ന് ഇതിൽ നിന്ന് മുകളിലേക്ക് മോചിതനാക്കണമെന്ന് ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ്. ദിസ് സിമിലി കമ്പയർസ് ദ സ്പീക്കർ ടു എ ബേർഡ്. പോയിറ്റിനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്? ഈ ഒരു ലാർക്ക് ബേർഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എലിവേറ്റഡ് അബവ് ദ ലാർക്ക് ഈസ് എലിവേറ്റഡ് അബവ് ദ ഫുളിഷ്നെസ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. മനുഷ്യൻ്റെ വെടിത്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗീയമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഒരു ലാർക്ക്. അതിനെപ്പോലെ എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കൂ ഈ വിഷമതകളിൽ നിന്നും എന്നാണ് പറയുന്നത്. സ്പീക്കർ വുഡ് ലൈക്ക് ടു റൈസ് എബോവ് ആദംസ് ചോയ്സസ്. എന്താണ് ആദംസ് ചോയ്സ്? ആദം ചെയ്ത വിഡിത്തത്തിൽ നിന്നും ഇന്നും മനുഷ്യരാശി അനുഭവിക്കുകയാണ്. അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിതനാക്കണം, എന്നെ എലിവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. It is also at this point in the poem that the speaker introduces the theme of Easter. ഈസ്റ്ററിൻ്റെ ആശയങ്ങളും ഈ പോയത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഇറ്റ് ഈസ് വിത്ത് thee that he wants to rise. This is an allusion to the holiday traditionally celebrated to honor Christ rising from the dead. ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ. അതിൻ്റെ ഒരു സൂചനയും ഈ ലൈൻസിലൂടെ പോയിട്ട് പറയുന്നുണ്ട്. ഇൻ ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് ദിസ് സ്റ്റാൻസ he asks that he be allowed to sing of victories and rise as far as the fall took mankind down. എത്ര താഴത്തേക്കാണോ മനുഷ്യൻ വീണത്, അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ട് എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, എന്നിട്ട് മനുഷ്യരാശിയുടെ വിജയത്തെക്കുറിച്ച് പാടണം എന്നാണ് പറയുന്നത്. Stanzas 2. My tender age in sorrow did begin, and still with sickness and shame thou didst so punish sin, that I became most thin. With thee let me combine and feel thy victory. For if I in my wing on thine affliction shall advance the flight in me. In the second stanza of Easter Wings, the speaker continues to use first person pronouns. He says that he was born into sorrow because of the first man and his choices. He is still impacted by what Adam and Eve did. The line shrink and imagery becomes more depressing. He speaks about the darkness of his own life, the sickness and the sin. All this feels inescapable until the lines start to grow again. He speaks about the darkness of his own life. ഇരുട്ടിലാണ് ഇപ്പം ജീവിതം മുഴുവനുള്ളത്, അല്ലേ? ഇരുട്ടിലും രോഗാവസ്ഥയിലും പാപിനിയെ പോലെ ജീവിക്കുകയാണ് മനുഷ്യരാശി. അപ്പോൾ the poem turns around in the center of the second stanza by emphasizing how with thee or with God the speaker is going to rise. ആരാൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം? ദൈവം എന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിതനാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. The speaker knows that he needs God's help to fly. ദൈവത്തിൻ്റെ സഹായമല്ലാതെ വേറെ ഒരു വഴിയും എനിക്ക്
ഇതിൽ നിന്ന് മോചിതനാവാനില്ല. അപ്പോൾ ആരുടെ ഹെൽപ്പ് വേണം? എനിക്കിതിൽ നിന്നെല്ലാം പറന്നകലാൻ ആരുടെ ഹെൽപ്പ് വേണം? ദൈവത്തിൻ്റെ ഹെൽപ്പ് വേണം. സോ ഹി ഈസ് ഗോയിങ് ടു സപ്പോർട്ട് ഹിംസെൽഫ് വിത്ത് ദ ഫെദേഴ്സ് ഫ്രം ഗോഡ്സ് വിങ്സ്. This is how the speaker intends to rise above the sin that at the root of the human race. മനുഷ്യരാശിയുടെ തുടക്കത്തിലുണ്ടായ പാപത്തിൽ നിന്നും മോചനം നേടാൻ ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ് ത്രൂ ഔട്ട് ദിസ് പോയം.